ഹലോ ഫ്രണ്ട്സ്, ഇച്ചേമത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എന്തുകൊണ്ട് ഒരു പ്രവാസിയുടെ കുടുംബത്തിനകത്തെ കൗമാരക്കാരെ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയാതെ വരുന്നുള്ളതാണ്. പറയാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു പോകുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ പറയാം. റീസെൻ്റ്ലി ഉണ്ടായ പല കുടുംബങ്ങൾക്കകത്തെ അവസ്ഥ വെച്ചാൽ ആൾക്കാർ ഏതോ ഇവരെ പേടിക്കുകയാണ്. ഇപ്പം അത് ടീനേജ് കുട്ടികളെ പേരൻസ് പേടിക്കുന്നൊരവസ്ഥയിലോട്ട് പോകുന്നു. ഇത് നാട്ടിലും ചർച്ച ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത് നാട്ടിൽ ഈ പ്രതിവാസി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് പേടിയാണ് ഒച്ചയ്ക്ക് നിന്ന് സംസാരിക്കാൻ, ഒച്ചത്തിൽ നിന്ന് ഷൗട്ട് ചെയ്യാൻ, ഒന്ന് കറക്റ്റ് ചെയ്യാൻ, അവരെ ഗൈഡ് ചെയ്യാൻ പേടിയാണ്. കാരണം അവരതിനെ എങ്ങനെ എടുക്കും? അയ്യോ, എനിക്ക് ആകെ മുള്ളി തെറിച്ച് ഒറ്റ കൊച്ചേ ഉള്ളൂ, 2 പിള്ളേരേ ഉള്ളൂ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ. എന്തുകൊണ്ട് 90s കിഡ്സ് 80s കിഡ്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ 90s 80s കിഡ്സിനകത്ത് പണ്ട് ഇത്രയും വലിയ പേടിയോ ആശങ്കയൊന്നും ഇല്ലായിരുന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിതൊന്നും അനുഭവിച്ചല്ല വന്നത്. പക്ഷേ നമ്മൾ അനുഭവിച്ചതെല്ലാം പെർഫെക്റ്റ് പാരൻറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. അത് ആദ്യമേ സ്റ്റേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ദയവ് ചെയ്ത് ടോക്സിക് പാരൻറ്റിംഗ് എന്നും റീവയറിംഗ് എന്നും റീമാപ്പിംഗ് എന്നും ഓവർ ബോഡിഫൈഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാൻ വരുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒരു കരയ്ക്കോട്ട് കൊണ്ട് മാറി നിൽക്കുക. നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത്. ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ആൾക്കാരെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുട്ടികളെ നാട്ടിൽ വളർത്തി അവർ ജനിച്ച് വളർന്നതും അവരെ ബിഹേവ് ചെയ്തും പഠിച്ചു തുടങ്ങി അവരുടെ സ്കൂളിങ്ങും എല്ലാം നാട്ടിൽ. അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ മാത്രം ഇങ്ങോട്ട് പറിച്ച് നടപ്പെട്ട ഫാമിലികൾക്കകത്താണ് ഏറ്റവും കൂടുതൽ ഇത് ഫേസ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആയിട്ടുള്ള പിള്ളേർക്ക് ഇവിടുത്തെ കൾച്ചറിനോടാണ് ആഭിമുഖ്യം കൂടുതൽ. ആൻഡ് ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദി ഇന്ത്യൻ കൾച്ചർ ഓർ ദ ഏഷ്യൻ കൾച്ചർ. വാട്ട് എക്സാക്ട്ലി ദ പേരൻസ് ആർ ട്രൈങ് ടു ഡെലിവർ ഓർ കമ്മ്യൂണിക്കേറ്റ്. ദേ മേ വണ്ടർ ലൈക്ക് വാട്ട് എക്സാക്ട്ലി ദീസ് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട്. കാരണം ഇവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരറിയുന്ന അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ കൾച്ചർ വെച്ച് നമ്മൾ ഈ പേരൻസ് ബിഹേവ് ചെയ്യുന്നതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർ നിൽക്കുന്നത്. ആൻഡ് they don't much fight back because they don't understand what exactly we are trying to communicate. We feel like, oh, this is the way to live, this is the way to communicate, this is the way to respect people. You shouldn't call the name of the uncle, you should call him uncle and auntie. ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർ ഫോളോ ചെയ്യുന്നതാണെന്നറിയോ? ഇതിങ്ങനെയല്ല ഇവിടുത്തെ കൾച്ചർ. എങ്കിൽ കൂടി പിള്ളേർ ഫോളോ ചെയ്യുന്ന കാര്യം, ഓക്കെ, ഡോണ്ട് പ്രൊവോക്ക് മം ആൻഡ് ഡാഡ്, ജസ്റ്റ് അവോയ്ഡ് മോർ ട്രബിൾസ്. നമുക്ക് ഒരു റിപ്പർക്കഷൻസ് ഉണ്ടാകുന്ന ഒന്നും കയറി ഇൻവോൾവ് ആകാതിരിക്കാവുന്നൊരു ഒരു ബേസിക് നേച്ചർ ഇവിടുത്തെ പിള്ളേർക്കിടയിലുണ്ട്. അതിങ്ങനെയാണ് ഇവരുടെ സ്കൂളിങ് മുതൽ ഇവരെ പഠിപ്പിക്കുന്ന രീതിയാണത്. ഇതല്ല നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർ. 10 പുട്ടിന് പീര പോലെ പറഞ്ഞും പെരുമാറിയും ആൾക്കാർക്ക് അത്രയും സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചും അതുപോലെ കൂട്ടുകാർക്കിടെ ഓടി കടന്ന് ലോകത്തിലെ സകല തല്ലുകൊടുത്തിടത്തിനകത്ത് കൊണ്ട് തല വെച്ച് ജീവിച്ചിട്ട് വരുന്ന പിള്ളേരാണ് നാട്ടിലത്തത്. മോശമായിട്ടല്ല പറഞ്ഞ്, അങ്ങനെ വേണം ജീവിക്കാൻ, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ടൊരു കാര്യത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ജീവിച്ചിട്ട് വരുന്ന പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ കുപ്പിക്കകത്തിട്ട് പുതിയ കുപ്പി, പുതിയ വെള്ളം, സൂപ്പർ ലൈഫാണ് പോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വളർത്താൻ ശ്രമിക്കുമ്പോൾ they get a big level of freedom around. നമ്മൾ നാട്ടിലത്തെ പോലെ ടീച്ചർമാർ പുറകെ അടക്കോ ഹെഡ് മാസ്റ്റർ പുറകെ അടക്കോ വടിയും കൊണ്ട് അടിക്കുകയോ ചെയ്യുന്ന കൾച്ചർ നല്ല വിരിപ്പിക്കുന്നത് വലിയൊരു ലെവൽ ഓഫ് ഫ്രീഡം അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് അതുപോലെ ഭയങ്കര വലിയ വേഴ്സറ്റൈലായിട്ടുള്ളൊരു ഗ്രൂപ്പിനെ അവർക്ക് കൂട്ടുകാരായിട്ട് കിട്ടുന്നു. പല കൂട്ടുകാരുടെയും ജീവിതം, ഫാമിലി സ്റ്റോറി തന്നെ കംപ്ലീറ്റ്ലി സിനിമ തോറ്റു പോകുന്ന സ്റ്റോറിയാണ് പലർക്കും. സ്റ്റെപ്പ് ഫാദർ, പിന്നെ അതിനകത്ത് വേറെ സ്റ്റെപ്പ് ബ്രദർ, പിന്നെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കല്യാണം കഴിച്ചിട്ട് അതിനകത്ത് വേറൊരു കൊച്ചുമായിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ വിട്ടു. അതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നാട്ടിൽ എന്ന് പറഞ്ഞ ലെവലിലുള്ള പല കാര്യങ്ങളും ഇവിടെ വളരെ നോർമലാണ്. ദിസ് ഈസ് ദ വേ ടു ലീവ്, വാട്ട് ഈസ് എ ബിഗ് ഡീൽ, യു ആർ നോട്ട് സപ്പോസ് ടു പുട്ട് യുവർ നോസ് ഇൻ സംബഡി എൽസസ് ഷൂസ്, ഇല്ലേ? ഇങ്ങനെയാണ് നോർമലി ആൾക്കാർ ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വൈഡ്ലി അക്സെപ്റ്റഡ്. ദർ ഇസ് നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കോളും. നിങ്ങൾ അവനെ നടത്താനോ നയിക്കാനോ തിരുത്താനോ അവനെ ദൈവമാർഗത്തിലോട്ട് ഉണ്ടാക്കാനോ പോകണ്ട. ഇതാണ് ബേസിക്കായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തു. ഇത് ഇവിടെ വന്ന് കയറുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പുതുമയുള്ള വസ്തുവാണ്. അവരിതിനകത്ത് ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ആവും. എൻ്റെ ഫ്രീഡം, എൻ്റെ ചോയ്സ്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ലൈഫ് എന്നുള്ള സാധനങ്ങൾ പണ്ട് നാട്ടിലിപ്പോൾ ഓടിക്കുന്ന മൈ ബോഡി മൈ ലൈഫ് എന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ചെറിയ വസ്തുക്കളായിട്ട് ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വന്ന് കയറുന്ന പിള്ളേർക്ക് ഇതിൻ്റെയൊക്കെ ഭയങ്കര എക്സ്ട്രീം വേർഷനോട്ടാണ് പോകുന്നത്. അവരുടെ ഫ്രീഡം എന്തുവാണോ, അവരുടെ റൈറ്റ്സ് എന്തുവാണോ അവർക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടും. സ്വാഭാവികമായിട്ടും ഇതും ചുമന്നുകൊണ്ട് വീട്ടിൽ സ്കൂളിലോട്ട് തിരിച്ച് വരുന്ന ആൾക്കാർ ഇതും ചുമന്നാണ് വീട്ടിലോട്ട് തിരിച്ച് വരുന്നത്. പേരൻസിനോട് ബിഹേവ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, പേരൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ഗൈഡ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ഇതിൻ്റെ തിരിച്ചടി ഭയങ്കരമാണ്. ഈ പിള്ളേർ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് പേരൻസ് ഭയങ്കര രൂക്ഷമായിട്ട് കയറി ഇടപെടും. എപ്പോഴും ഈ ഫ്രീഡവും ഈ റൈറ്റ്സും ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ഈ പേരൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. രാവിലെ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, അല്ലാതെ ഇതിനിടയ്ക്ക് വേറൊരു എക്സ്ട്രാ ജോബ് എന്നും പറഞ്ഞ് ഓടുന്ന പേരൻസിനെ മക്കളുടെ മാനസികമായിട്ടുള്ള ചേഞ്ചിനകത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റൈറ്റ്സ് എന്തുവാണെന്നോ അത് എന്തുകൊണ്ട് മക്കളെ ബിഹേവ് ചെയ്യുന്നതും കണ്ടുപിടിക്കാനുള്ള സമയം അവർക്കില്ല. അതിനുള്ള മാനസികാവസ്ഥയല്ല പലർക്കും. പല കുടുംബങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം ഇപ്പോൾ തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇത് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 3 വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഇത് വളരെ വിസിബിളാവും. ഇവരും ഈ പിള്ളേരും തമ്മിലുള്ള അന്തരം ഭയങ്കരമായിട്ട് വിസിബിളാവും. ഇത്രയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി. ഞാൻ പറയാൻ ശ്രമിക്കുന്ന സാധനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇനി വേണം നിങ്ങൾ മുമ്പോട്ട് കേൾക്കാൻ വേണ്ടി. എന്തുകൊണ്ട്
നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ, ടീനേജിലോട്ട് കടന്നു പോകുന്ന കുട്ടികൾ എന്തുകൊണ്ട് വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നു? അവർ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്യുന്നു. നിങ്ങൾ സ്കൂളിലെ കാര്യം ചോദിക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് കൊഞ്ചി ചെല്ലുന്നു. ഇറ്റ് വാസ് ഓക്കെ, അല്ലേ, ഒന്നുമില്ല എന്ന് ഒന്നോ രണ്ടോ വാക്കിൽ ഒരു മറുപടി പറയുന്നു. പണ്ട് കരകരാന്ന് വർത്തമാനം പറഞ്ഞിട്ട് കൊച്ച ഇപ്പം മിണ്ടുന്നില്ല. പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതൊന്നും പഠന നിലവാരത്തോടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത്. ദയവ് അത് മനസ്സിലാക്കുക. ഐ എം ട്രൈങ് ടു സേ സംതിങ് അബൌട്ട് ദ ഫോമിങ് ഓഫ് ഫാമിലി. അല്ലേ, ഈ പിള്ളേരില്ലാതെ ഫാമിലി ഇല്ല. നിങ്ങൾ എത്രയൊക്കെ പൈസ ഉണ്ടാക്കി എന്നാ കാര്യങ്ങൾ ചെയ്താലും ഈ പിള്ളേരുടെ കൂടി വന്നാലേ ഫാമിലി ആകത്തുള്ളൂ. ഇത് പറയാനുള്ള കാരണത്തിനകത്ത് ഒരു ഉദാഹരണം ആദ്യമേ പറയുന്നു. ഇതുപോലെ ഒരു കൊച്ചിൻ്റെ കേസ് കെട്ടിൽ ചർച്ചയുണ്ടായി. കൗമാരക്കാരിയായിരുന്ന സമയത്ത് ചർച്ചയുണ്ടായി. വീട്ടുകാർ വളരെ ഓർത്തഡോക്സിലായിട്ട് ചിന്തിക്കുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഒട്ടും താല്പര്യമില്ല. കൊച്ചു ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും അവരുടെ കുടുംബത്തിൽ ആർക്കും താല്പര്യമുള്ള സംഭവമല്ല. കൊച്ചിതുപോലെ ആരോടൊരു കൂട്ടുകൂടി വർത്തമാനം പറഞ്ഞ സംഭവം അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി. സ്വാഭാവികമായിട്ടും വീട്ടുകാർ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു. അതൊന്നും പറ്റത്തില്ല, ചെയ്യാത്തില്ലെന്ന് പറഞ്ഞു. കൊച്ചു കുറേ നേരം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. എന്താണ് ഇതിൽ കൂട്ട് മാത്രമല്ല, വേറെ അർത്ഥവും ഇതിനകത്തില്ല, ഒരു രക്ഷയില്ല. അവരതിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഒരു കുഴപ്പവും കൂടാതെ കാലങ്ങളായിട്ട് വീട്ടുകാരോടുത്ത് വളരെ ഹാപ്പിയായിട്ട് ജീവിച്ചിരുന്ന കൊച്ച, പള്ളിയിലൊക്കെ കയറിക്കൊണ്ടിരുന്നതാണ്, മധുവയ്ക്കകത്ത് എല്ലാ പരിപാടിക്കകത്തുണ്ടായിരുന്നു, എല്ലാ സകലമായ സാധനം ചെയ്തുകൊണ്ടിരുന്ന കൊച്ച് ജീവിതത്തിനകത്ത് കള്ളം പറയാൻ ആരംഭിച്ചു. ആ കള്ളങ്ങൾ കൂടി പോവാണ്. അതായത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കത്തെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഐ എം ഗോയിങ് ടു ദ ക്ലൈമാക്സ്. ഈ കൊച്ച് പഠനം കഴിഞ്ഞ്, അതായത് ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു പ്രൊഫൈൽ ജോബ്, ഇവിടുത്തെ വളരെ അസൂയാർഹമായ നേട്ടത്തിലുള്ളൊരു ജോബിലോട്ട് കയറിക്കഴിഞ്ഞ് ഈ കൊച്ച് തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്നയാളെ കെട്ടുന്നു, ഒരു ആഫ്രിക്കൻ വംശജനെ കെട്ടിയിട്ട് ഞാൻ ഇന്ന വഴിക്ക് പോകാണെന്ന് തീരുമാനിക്കുന്നു. കേൾക്കുന്നവർ മുഴുവൻ ഞെട്ടുന്നു. അങ്ങനെ ഒരു കൊച്ചിൽ നിന്നുള്ള ഒരു തീരുമാനം ആരും പ്രതീക്ഷിക്കുന്നില്ല. അവരാരും കണ്ടിട്ടില്ല. കൊച്ചു കിടന്ന് പ്രേമിച്ച് കിടക്കുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതായിരുന്നു കൊച്ചിൻ്റെ ആദ്യത്തെ അന്നത്തെ ആ ബന്ധം. ഇതിനിടയ്ക്ക് ഇവൻ ലോകത്തുള്ള നൂറുകൂട്ടം വള്ളിക്ക് അത്ര കയറി ഇറങ്ങി ഇഷ്ടംപോലെ പോലീസ് കേസും അല്ലാത്തതായിട്ട് ഇഷ്ടംപോലെ സംഭവം കേട്ടാണ് ഇവനോട് നിൽക്കുന്നത്. പക്ഷേ കൊച്ചിനത് മതി. നമുക്ക് കേൾക്കുമ്പോൾ വാശിപ്പുറത്തെടുത്ത തീരുമാനമായിട്ടൊക്കെ തോന്നും. പക്ഷേ വീട്ടുകാരെ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർ റിയാക്ട് ചെയ്തു. കൊച്ചിനെ പുറത്താക്കുന്നു, ഈ കൊച്ചുമായിട്ടൊരു ബന്ധം ഇടുന്നാക്കുന്നു, ഒക്കെ ശരി. പക്ഷേ ഇത് എവിടം വരെ എത്തിയെന്ന് നോക്കുക. ഒരു ആർച്ച് പോയ വഴി നോക്കുക. നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ കൊച്ച് ചൂടാകുന്നോ, അടി പിടിക്കുന്നോ, വഴക്ക് പിടിക്കുന്നൊക്കെയാണോ? അയ്യോ, അതൊക്കെ ഇപ്പോഴത്തെ ഈ നുള്ളിത്തെറിച്ച സംഭവത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അതൊന്നും അല്ല ഇമ്പാക്റ്റുകൾ വേറെ വരാൻ കിടക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ ശ്രമിക്കാൻ കാര്യം. ഇത് ദയവ് ഇത് ഡീറ്റെയിൽസ് ചോദിക്കരുത്. ഈ സംഭവം അറിയുന്ന ആൾക്കാർ ദയവ് ഇത് ഡീറ്റെയിൽസ് കമൻ്റായിട്ട് പറയരുത്. ഇത് എനിക്കറിയാം, ഈ സംഭവം മിക്കവാറും പേർക്കും നയിക്കില്ല. ചില ഏരിയകൾക്ക് അത്ര ആൾക്കാർക്ക് ഈ സംഭവം അറിയായിരിക്കും. കാരണം ഇത് പള്ളിയോട് ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത ആൾക്കാർക്ക് പള്ളിയുടെ ഡീറ്റെയിൽസോ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസോ ആൾക്കാരുടെ ഡീറ്റെയിൽസോ കമൻറ്റ് പറയരുത്. അത് ശരിയായ നടപടിയല്ല. പറയണമെങ്കിൽ എനിക്കിവിടെ പറയാമായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇവരുടെ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടും നമ്മൾ വിചാരിക്കുന്നത്. ഇവരെ നമ്മൾ മലയാളിയായിട്ട് പഠിപ്പിച്ചു, മലയാളി കൾച്ചർ കൊടുത്തു, റൂട്ട്സ് കറക്റ്റായി കൊടുത്തു. എന്നിട്ട് ഇവർ നമ്മുടെ കൂടെ വരുമ്പം ഇവർ ഈ പറഞ്ഞ എവിടെ എന്ത് ചെയ്താലും തലമറന്ന് എണ്ണ തേക്കരുത്, അവനവൻ്റെ വേര് മറക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ ഇവർ ഈ മലയാളി മൂല്യങ്ങൾ ജീവിക്കുന്നോർത്താണ് നമ്മളിവരെ ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു അവരാ മൂല്യങ്ങൾ മറന്നു പോകുന്നു. ഉടനെ നമ്മൾ മൂല്യവും മലയാളം പഠിപ്പിക്കാറുണ്ട്. ഇവരെ മൂല്യവും മലയാളം പഠിപ്പിക്കാം. ഈ പിള്ളേർ ഈ പേരൻസിനെക്കുറിച്ച് ഓർക്കുന്നതിന് വേറെ പല ഓർമ്മയിലുമാണ്. 24 മണിക്കൂർ അടി പിടിക്കുന്ന രണ്ട് ചേങ്ങലുകൾ, 24 മണിക്കൂർ അടിയേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും പരസ്പര സ്നേഹത്തോടെ അവരുടെ ഒക്കെ കൂട്ടുകാരുടെ അപ്പനും അമ്മയും കാണുമ്പോഴേ കെട്ടിപ്പിടിച്ച് ഹായ് ഡാർലിംഗ് എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഒരു ഹോളിഡേക്ക് പോയി അവർ രണ്ട് ഇണപിരിയാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അപ്പനും അമ്മയും അവർ കാണുന്ന മൊത്തം അങ്ങനെയാണ്. ആ കൾച്ചറിൻ്റെ ഭാഗമാണത്. ലവ് ഈ സപ്പോസ് ടു ബി എക്സ്പ്രസ് ചെയ്യുന്ന ലവ് ആണ് അവർ ലോകം മൊത്തം കാണുന്നത്. നമ്മുടെ മലയാളി കൾച്ചർ ഒന്ന് ആലോചിക്കുക. നമുക്കെവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്ന ലവ്? എവിടെയാണ് ഒരു ഹസ്ബൻഡും ഭാര്യയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? എവിടെയാണ് പരസ്പരം ഒന്ന് ഉമ്മ കൊടുക്കുന്നത്? 4 പേര് കാണുക, പിള്ളേർ കാണുകയെങ്കിലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര ഫാമിലികളുണ്ട്? ഈ പിള്ളേർക്ക് മനസ്സിലാകുന്നത് എന്തോന്നറിയോ? എൻ്റെ പൊന്നു, എപ്പോൾ കണ്ടാലും അടി പിടിക്കുന്ന, ദേ നെവർ എഗ്രി ഓൺ എനിത്തിങ്, ദേ ഡോണ്ട് ഹാവ് എനി കോമൺ ഗ്രൗണ്ട്സ് അറ്റ് ഓൾ എന്ന് ചിന്തിക്കുന്ന 2 പേരൻസാണ് എനിക്കുള്ളത്. 24 മണിക്കൂറും തർക്കങ്ങൾ. ദേ നെവർ എഗ്രി ഓൺ എനിത്തിങ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൾച്ചറിൻ്റെ, മലയാളി കൾച്ചറിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എഗ്രി ചെയ്യാൻ വേണ്ടിയാണ് വഴക്ക് പിടിക്കുന്നത്. കോമഡി അതാണ്. ആദ്യമേ ഒരു തർക്കം വിടും, ആ തർക്കത്തിന് മറുതർക്കം തിരിച്ചു വരും, എന്നിട്ട് നമ്മൾ തമ്മിൽ പരസ്പരം തർക്കിക്കും. എന്നിട്ട് നമുക്ക് മനസ്സിലാവും, ഇതിനകത്ത് തെറ്റും ഇതിനകത്ത് ശരിയും ഇതാണ്. അങ്ങനെ നമ്മൾ എഗ്രി ചെയ്യും. ഭാര്യയ്ക്കും ഭർത്താവിനും, അടി പിടിച്ച ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പിള്ളേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന്? ഇല്ല, പിള്ളേർക്ക് ഈ കൾച്ചർ പിടികിട്ടുന്നേ ഇല്ല. ഇവിടെ ജനിച്ചു വിടുന്ന പിള്ളേർക്ക് ഇതിന് മനസ്സിലാകുന്നേ ഇല്ല. സ്വാഭാവികമായിട്ടും 100 അടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പനോടും അമ്മയോടും എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഇവർ വരത്തില്ല. 1. 2, ഇവർ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ആ രീതിയിൽ എടുക്കൂ എന്നവർക്ക് പേടിയുണ്ട്. എനിക്കൊരു പ്രോബ്ലം പറ്റി, അല്ലെങ്കിൽ എന്നെ ഒരാൾ ബുള്ളി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു റിലേഷനകത്താണ്, അല്ലെങ്കിൽ എനിക്കൊരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായി,
ഇത് ഈ കൊച്ചു വന്നിട്ട് ഈ തൊട്ടാ പൊട്ടും ഞാനിപ്പോൾ വെടിവെക്കും കേട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അപ്പൻ്റെ അടുത്ത് വന്നാൽ പറയാനത്തെ സീനെന്ന് ആലോചിക്കുക. what do you think this girl is expecting you to act on? Even നിങ്ങൾ come on my dear, let's sit down. Okay, I'm not a professional on this, but let's talk about situations different way and how to sort it out. Okay, let us seek a professional help എന്ന് നമ്മൾ പറയുന്ന ഈ പിള്ളേർക്ക് തോന്നുന്നുണ്ടോ? എവിടുന്ന് അച്ഛനെന്ന് പറഞ്ഞാലേ ഇപ്പം പൊട്ടാറായിട്ട് നടക്കുന്ന ബോംബാണ്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഹി വിൽ ബി ജസ്റ്റ് ബോംബാടിങ്. അമ്മ അമ്മയെപ്പോൾ പറഞ്ഞാൽ പ്രാക്കലും കരച്ചിലും മാത്രമേ ഉള്ളൂ. ഞാൻ പെങ്കൊച്ചാണേ നിന്നെ ഒരു വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്, നിന്നെ ആരുടെയും കൈ പിടിച്ച് കിടന്നിട്ട് വേണേൽ ഇത് ജീവിക്കാൻ എന്ന് പറഞ്ഞ് അരച്ചടക്കുന്നതിനാ തള്ള. ഈ തള്ളെടുത്ത് വന്നു കഴിഞ്ഞാൽ തള്ള ഉടനെ അയ്യോ എൻ്റെ മുത്തേ എനിക്ക് മനസ്സിലായി, കൊച്ചിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി, നീ അല്ല ഇതിൽ തെറ്റുകാരി എന്ന് പറയുന്നതാണ് തോന്നുന്നത്. ഇല്ല, ഒരു കൊച്ചിന് ഇത് മനസ്സിലാവില്ല. ഞാൻ വേണ്ടതിലേറെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലേ? ഇനി നമുക്ക് കാര്യത്തോട്ട് കിടക്കാം. നിങ്ങൾ ഇവരെ നിയന്ത്രിക്കാൻ, അതായത് മൂല്യവും കൾച്ചറും ഇവരെ പഠിപ്പിക്കാൻ, അല്ലെ ഭാഷയും പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇവർക്ക് എന്ത് മനസ്സിലാകുന്നതാണ് നിങ്ങളുടെ വിചാരം? ദേ തിങ്ക് ദാറ്റ് യു ആർ കൺട്രോളിങ് ദം, യു ആർ പോലീസിങ് ദം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ദിസ് ഈസ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ദെയർ ഫ്യൂച്ചർ. അവർക്കത് പിടികിട്ടുന്നേ ഇല്ല. സ്വാഭാവികമായിട്ടും ഇവർ കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ തുടങ്ങും. അതുവരെ വർത്തമാനം പറയുന്ന കൊച്ച് കാര്യങ്ങൾക്കകത്ത് ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കാൻ തുടങ്ങും. അവർക്ക് മനസ്സിലായി എന്താണ് വെളിയിൽ കൊടുക്കേണ്ട ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളത്, അത് മാത്രം കൊടുക്കും. ഇൻപുട്ടുകൾ എത്ര വേണ്ടും വന്നോട്ടെ, പക്ഷേ ഔട്ട്പുട്ട് അവർക്ക് വേണ്ടത് മാത്രം. അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖം മാറാത്ത, ദേഷ്യപ്പെടാത്ത ടൈപ്പിലുള്ള ഔട്ട്പുട്ടുകൾ മാത്രം ഈ പിള്ളേർ കൊടുത്തു തുടങ്ങും. ദാറ്റ്സ് വാട്ട് ഐ കോൾ ലൈങ്. അവരൊരിക്കലും ഫുൾ നിങ്ങളോട് ഒരു കാര്യം മൊത്തമായിട്ട് പറയുന്നില്ല. ദേ ആർ ലൈങ്. ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ഇവരുടെ ഒരു പ്രൈവസി ഉണ്ട്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സീക്രട്സും ഉണ്ട്. ഇപ്പോൾ അവളുടെ കൂട്ടുകാരുടെ കൂടി ഒരു നിസ്സാര കാര്യം പറയും, ഒരു കാർട്ടൂൺ സ്ട്രിപ്പ് ഇവളുടെ കൂട്ടുകാരുടെ കൂടി റൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കുന്നു. നിങ്ങൾക്ക് തോന്നുവാണ് അതെന്തുകൊണ്ട് എന്നോട് പറയാത്തേ? അവൾ അത്രയും നല്ല കിടുക്കനായിട്ട് വരയ്ക്കുന്നു, അവളുടെ കൂട്ടുകാരി കിടുക്കനായിട്ട് സാധനം ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടു. ജസ്റ്റ് എ ഗ്ലാൻസ് നിങ്ങൾ കണ്ടു, ഇങ്ങനെ സാധനം കണ്ടു. എന്നോട് പറയാത്തേ? നിങ്ങൾ കൊച്ചിനോട് പോയി ചോദിക്കുന്നു. കൊച്ചു പറയുന്നത് അമ്മ പ്ലീസ് ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് നൗ എന്നവർ പറഞ്ഞെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ ഉടനെ അതെന്താ അമ്മയെന്നുള്ള നിലയിൽ എൻ്റെ അധികാരത്തെയും എൻ്റെ കെയറിങ്ങിനെയും ഞാൻ അവൾക്ക് കൊടുത്ത സ്നേഹത്തെയും അവളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും എൻ്റെ ചെയ്ത് ഇങ്ങനെയാണോ എന്നോട് ചെയ്യേണ്ടത്? ഇത്രേ ഓവർ ഡ്രാമ മലയാള സീരിയലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക് ടു ഹെർ. മേ ബി ഷീ തിങ്സ് ദാറ്റ് ലെറ്റ് മീ ഫിനിഷ് ഇറ്റ് ഓഫ്. ഈ പ്രൊജക്റ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ഇറ്റ്. ഇതൊരു ട്രയലാണ്. ഞാനും എൻ്റെ കൂട്ടുകാരോട് സമയം ചിലവഴിച്ചൊരു ട്രയലാണ്. ഇതിൽ വേറെ മോശമായിട്ടൊന്നുമില്ല. ബട്ട് അത് ആദ്യമേ ആ കൊച്ചിനോട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണ്ടേ, അല്ലെ ആ ചെറുക്കനോട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണ്ടേ, മോനെ നീ എന്നെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്ന് ചോദിക്കേണ്ടത്. അത് ചോദിക്കില്ല. ആ രഹസ്യങ്ങൾ കൊണ്ടുവന്നതിനും അവൻ്റെ പ്രൈവസി അവൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനും അവനെ മര്യാദ പഠിപ്പിക്കാൻ പോകും. കാര്യങ്ങൾ കൈവിട്ട് പോവാണ്. ഇനി ഇത്തരം ഒരു 10-12 വയസ്സാകുമ്പോൾ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ ആദ്യമേ അവരല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളല്ലേ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. കൊച്ചിനെ പ്രായമായെന്നേ. ഇപ്പോൾ പണ്ടുള്ളവർ പറയും തന്നോളമായ താനെന്ന് വിളിക്കണമെന്ന് പറയും, ഇല്ലേ? കേട്ടിട്ടുള്ളതായിരിക്കും, ഭൂരിഭാഗം പേരും കേട്ടുള്ള പഴച്ചിലായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? തലപ്പൊക്കമായി കഴിഞ്ഞാൽ നമുക്കൊപ്പത്തിൽ പിള്ളേർക്ക് സംസാരിക്കാനുള്ള ഒരു റൈറ്റ്, അവർക്ക് മാനസികമായിട്ട് വളർച്ചയുണ്ടോ, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടോ, ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഫിസിക്കലി ഷീ ഈസ് ബിഗ് ഇനഫ്, ലെറ്റ് ഹെർ ടോക്ക്. പണ്ട് വടിവെച്ചും ശിക്ഷിച്ചും അവരെ അടക്കിയിരുത്തിയിരുന്ന, മിണ്ടാതിരുത്തിയിരുന്ന കാലമല്ലിത്. ആണോ? നിങ്ങളൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ പോലും അത് കുഞ്ഞു പ്രായത്തിൽ ഫുഡ് കഴിക്കാതിരിക്കും നിങ്ങളതിനെക്കൊണ്ട് അടിച്ച് കഴിപ്പിക്കുകയോ നിർബന്ധിച്ച് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ അത് കൂട്ടിന് വെളിയിറങ്ങാൻ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ അതിനെ നിർബന്ധിച്ച് നിങ്ങൾ തട്ടിപ്പറഞ്ഞ് കൂട്ടിന് വെളിയിറക്കുമായിരിക്കും. കാരണം പട്ടി കൂടിനകത്ത് മാത്രം വളരാനുള്ളതല്ല. നിങ്ങൾക്കറിയാം അതെങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടതാണ്. നിങ്ങളത് ട്രെയിൻ ചെയ്യും. പക്ഷേ ആ പട്ടി വളർന്ന് 2 ആൾ പൊക്കമായ വലിയ ഭീമാകാരനായ വേട്ടനായായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പഴയ കഥയും കൊണ്ട് ചെന്നിട്ട് കൂട്ടിന് വെളിയിറങ്ങണം, അത് തന്നെ വടി കൊണ്ട് ചെല്ലൂല. ആ സെക്കൻഡിനകത്ത് ആ ജന്തുവിൻ്റെ സ്വഭാവം അറിയാതെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ഇല്ലേ? പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈമിങ് എന്നതിനെ വിളിക്കുന്നത്. ഒരു മൃഗത്തോടത് ചെയ്യുമ്പോൾ ടൈമിങ്, നമ്മളതിനെ ഇണക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടിയോടത് ചെയ്യുമ്പോൾ ടൈമിങ് അല്ലല്ലോ, ഇറ്റ്സ് എ ട്രെയിനിങ്. നമ്മൾ അവരെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോർ വാട്ട്? അവരുടെ ബെറ്റർമെൻറ്റില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല, അവർ ബെറ്റർ ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ഗുണം വേണ്ടേ? അതാണ് ഭൂരിഭാഗം അപ്പനും അമ്മയ്ക്ക് ഇല്ലാതിരിക്കുന്ന സംഭവം. നമ്മൾ ഇവരുടെ പെരുമാറ്റങ്ങൾക്കത്തെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ സമ്മതിക്കില്ല. ഇവർ വളർന്ന് നമ്പിനും ബില്ലും നമ്മുടെ പേരൻസ് സമ്മതിക്കില്ല. അവർക്കത് എങ്ങനെയെങ്കിലും അവർക്ക് അനുകൂലമായ മാറ്റമാക്കിയെടുക്കണം. അവൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവൾക്ക് ഇപ്പോൾ പറയുന്നു, എനിക്കൊരു ട്രിപ്പിന് ഞാൻ വരുന്നില്ലെന്ന് പറയുന്നു. അതെന്താ അങ്ങനെ? ഇത്ര ഇതാണ് ഞങ്ങൾ പറഞ്ഞാൽ കേട്ടുകൊടുത്താണ്, ഇതെന്താ ഇപ്പം ഇങ്ങനെ, അങ്ങനെ മുളയിലേ എന്നുള്ളണം, ഇത്ര ശീലങ്ങൾ മുളയിലേ എന്നുള്ളണം എന്ന് പറയുന്നിടത്ത് സംതിങ് ഓക്വേർഡ് സ്റ്റാർട്ട് ടു ഹാപ്പൻ.
ആ കൊച്ചിന് തോന്നുവാണ് എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ പ്രൈവസിയോ എനിക്ക് താല്പര്യമുള്ളതിനെയോ ആൾക്കാർ ഫോളോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ദിസ് ഫാമിലി ഡസൻറ്റ് ആക്ട് ഓൺ മൈ ബിഹാഫ് എന്ന് അവർക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷനോട് നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെയ്യരുത്. ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു മേശയ്ക്ക് ചുറ്റിയിരിക്കുന്ന ഈ കൊച്ചിന് അത്രയും മാനസിക വളർച്ച ഉള്ളത് ഓർക്കണം. അത് ഈ കൊച്ചിൻ്റെ ലോകത്തുള്ള സകലതും അനുഭവിച്ചിട്ട് നാളെ രാവിലെ റാട്ട്ലിഫിൻ്റെ ബുക്കിൻ്റെ റിവ്യൂ എഴുതാതിരിക്കുമല്ല. അതിനത്രയും ബോധമേ ഉള്ളൂ. അപ്പോൾ അതിനോട് നമ്മൾ ബോധപൂർവം വളരെ കാം ഡൗൺ ആയിട്ട് ചില കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ അതിനത് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് അതിൻ്റെ റൈറ്റ് അതിൻ്റെ ആ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കത്തൊന്നുമില്ല. എനിക്കൊരു ട്രിപ്പിന് വരേണ്ട, നിങ്ങളുടെ കൂട്ടത്തിന് വരണ്ട, അത്രേ ഉള്ളൂ. അത് തന്നെയാണത് പറഞ്ഞതിൻ്റെ കാരണം. പക്ഷേ എന്ന് പറയുന്നത് നിർബന്ധിച്ച് അതിനെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നല്ലോ. അതുപോലെ നിങ്ങൾ സംസാരിച്ചാൽ ചിലപ്പോൾ അത് തീരുമാനം മാറ്റാനും ചാൻസ് ഇല്ല. പക്ഷേ അക്സെപ്റ്റ് ഇറ്റ്. ഇങ്ങനെയാണ് മനുഷ്യൻ വളരുന്നത്. ഇവിടുത്തെ കൾച്ചറിനകത്ത് കുട്ടികൾ വളർന്ന് ഇങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യും.